ക്രാഫ്റ്റ് വർക്കുകളോട് പണ്ട് മുതലേ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അന്നൊന്നും ഇന്നത്തെ പോലെ സാധനങ്ങൾ പെട്ടെന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ലായിരുന്നു. കടകളിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെക്കും. ചിത്രം വരയോട് അന്ന് വലിയ കമ്പില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കൊറോണ സമയത്താണ് ഞാൻ ചിത്രം വരച്ച് തുടങ്ങിയത്. ആ സമയത്ത് വാൾ പെയിൻറ്റിംഗ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഉള്ളിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും നോക്കി വരയ്ക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? ഒരു തീം തന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വരയ്ക്കാനൊന്നും എനിക്കറിയില്ല. പറഞ്ഞു വന്നത്, നൂൽക്കമ്പിക്ക് നോക്കി നടന്ന് ഒരു തുരുമ്പിച്ച നൂൽക്കമ്പിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ പണ്ട് ചെയ്ത ഒരു ക്രാഫ്റ്റിൻ്റെ ബാക്കി നൂൽക്കമ്പിയായിരുന്നു. അതിപ്പോൾ തുരുമ്പിച്ചതാണെങ്കിലും ഈ വർക്ക് ചെയ്യാൻ അത് മതിയാവും. അങ്ങനെ കൈ കെട്ടിയ നൂൽക്കമ്പികളെ കഷ്ണങ്ങളാക്കി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടേപ്പ് ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. എന്നതിന് ശേഷം ആ ടേപ്പ് കൊണ്ട് തന്നെ അതിനെ ചുറ്റിയെടുക്കുക. അങ്ങനെ ഞാനൊരു 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഭംഗിയുള്ള കളറ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കൂട്ടിപ്പിടിച്ച് അതിൻ്റെ മുകളിൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ലീഫ് മൊത്തം വിടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വിടർത്തിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ശരിയായ ഭംഗി ഞാൻ അറിയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നു, എൻ്റെ മാത്രം ശരിയാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. എൻ്റെ ഇവിടെ ശരിയായിട്ടോ. അപ്പം നമ്മൾ സ്റ്റെമ്മിനും കളറ് കൊടുക്കുകയാണ്. കളറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വെച്ച് കൊടുക്കാനൊരു ചട്ടി റെഡിയാക്കണ്ടേ? ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പേപ്പർ ഗ്ലാസ് ആണ്. പേപ്പർ ഗ്ലാസ് മൊത്തത്തിൽ ഉപയോഗിക്കുന്നില്ല, അത് പകുതിയായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ചാക്കുനൂല് ചുറ്റിക്കെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ക്ലേകളിൽ കുറച്ചൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ താഴത്ത് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഡ്രൈ ആവാത്തൊരു ക്ലേ എടുത്ത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുട്ടി പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേപ്പും നൂൽക്കമ്പിയും ഒക്കെ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. താങ്ക്